ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കള്ളൊന്നും ചേർക്കാതെ നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്ന വെള്ളയപ്പത്തിൻ്റെ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ചെറിയ കപ്പ് പച്ചരി ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടി ഒരു ചെറിയ ബൗളിലേക്ക് ഞാനൊരു ചെറിയ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂൺ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പച്ചരി ഒന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ കുതിർത്തി വെച്ച പച്ചരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ തേങ്ങായും ഒരു കൈപ്പിടി അളവിൽ ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചുവന്നുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഒന്ന് കുറുകി അരച്ചെടുക്കുന്ന പരുവത്തിൽ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചിലർ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കാറുണ്ട്. ഞാൻ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വെളുത്തുള്ളി ചേർത്തിട്ടില്ല, വെളുത്തുള്ളി സ്കിപ്പ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ്. അപ്പോൾ തരിയൊന്നും ഇല്ലാതെ നല്ല വെണ്ണ പോലെ അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ പാത്രത്തിലേക്ക് ഒഴിച്ച് അത് ഇളക്കി വെക്കണേ. അപ്പോൾ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെക്കണേ. പുളിക്കുന്ന കാലാവസ്ഥയാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. പുളിക്കാത്ത കാലാവസ്ഥയാണെങ്കിൽ ഒരു അല്പം അവലും കൂടെ ചേർത്ത് അരച്ചാൽ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ തലേദിവസം രാത്രി അടച്ച് വെച്ച് കഴിയുമ്പോൾ പിറ്റേ രാവിലെ നല്ല പുളിച്ച് പൊങ്ങാറാണ് പതിവ്. അപ്പോൾ നമുക്ക് അവൽ ചേർക്കേണ്ട ആവശ്യമില്ല. ചില സാഹചര്യത്തിൽ പുളിക്കാണ്ട് വരുമല്ലോ ഒത്തിരി തണുപ്പുള്ള സ്ഥലത്തൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു പിടി അവലും കൂടെ അതിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ പെട്ടെന്ന് പുളിച്ച് കിട്ടും. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ടേ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് മാവ് തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ പുളിച്ച് നല്ല പൊങ്ങി ഇരിപ്പുണ്ട്. നല്ല രീതിക്ക് അത് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വെള്ളയപ്പത്തിന് മാവ് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വെള്ളം നീണ്ടു പോകരുത്. ഒരുപാട് വെള്ളം നീട്ടിപ്പോയാൽ നമുക്ക് അപ്പം ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പാലപ്പത്തിനാണെങ്കിൽ ഒരല്പം വെള്ളം നീണ്ടു പോയാലും പ്രശ്നമില്ല. പക്ഷേ വെള്ളയപ്പത്തിന് നല്ല കുറുകിയ പരുവത്തിൽ വേണം മാവ് അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു മെത്തേഡിൽ കൂടി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും പഞ്ഞി പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പയ്യെ പയ്യെ ചുട്ടെടുക്കാം. അപ്പം വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ദോശക്കല്ലാണേലും തവയാണെങ്കിൽ തന്നെയും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി, കല്ലൊന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മാവ് ഒഴിക്കുമ്പോൾ നമുക്കത് കട്ടയായിട്ടിരിക്കും, നമുക്ക് നല്ലപോലെ പരത്തിയെടുക്കാൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തവയാണേലും ദോശക്കല്ലാണേലും ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടാക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ
റെസിപ്പി ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ മേലാത്തവരുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കള്ളൊന്നും ചേർക്കാത്ത കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല എന്താ പറയുക, ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും മുട്ടക്കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും പരാതിയാണ് ഇങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കിയാൽ ശരിയാവാറില്ല, മരം പോലെ ഇരിക്കും, നല്ല സോഫ്റ്റ് ആകാറില്ലെന്ന്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക, അതിൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ വെള്ളയപ്പത്തിന് കറി വെച്ചിരിക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. ഈ കൊണ്ടാട്ടവും വെള്ളയപ്പമായിട്ട് പോയി കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഈ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അതും ഒന്ന് കയറി കാണാൻ പറ്റുന്നവർ കാണുക.